أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹലായ ഫദ്ല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. അതിലെ 114, 115 രണ്ട് ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തു കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2 ജുമാഅയ്ക്ക് മുമ്പുള്ള ഈ വിനീതൻ്റെ സബ്ജക്റ്റ് ഇത് തന്നെയായിരുന്നു. ഓർമ്മയുള്ളവർക്ക് മനസ്സിലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറയുന്ന 3 കാര്യങ്ങളാണ്. 3 വലിയ അക്രമം. ആ അക്രമം ചെയ്യുന്നവര് ഏറ്റവും വലിയ അക്രമികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. അതിലൊന്നാമത്തത് അല്ലാഹുവിൻ്റെ മേൽ വ്യാജം, കളവ് കെട്ടിച്ചമയ്ക്കുക. ഉദാഹരണത്തിന് അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറയുക, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുക, അള്ളാഹു കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അള്ളാഹു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ മറ്റു പലർക്കും അത്തരം കാര്യങ്ങൾ കഴിയും, അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയുക. ഇതൊക്കെ ഏറ്റവും വലിയ അക്രമമായിട്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനെ കേൾക്കാത്ത രൂപത്തിൽ, മനസ്സിലാക്കാത്ത രൂപത്തിൽ അതിനെ അവഗണിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ആ ആയത്ത് ഓതി കേൾക്കുകയുണ്ടായി. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അവർ ഏറ്റവും വലിയ അക്രമികൾ എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞു. ആ ആയത്തിന്റെ അവസാനം അല്ലാഹു തആല പറഞ്ഞത് ഏറ്റവും വലിയ പാപത്തിന് അർഹരാണ് എന്നാണ്. ഏറ്റവും വലിയ പാപത്തിന് അർഹരായ പ്രബോധനം കേട്ടിട്ട്, വിശുദ്ധ ഖുർആൻ കേട്ടിട്ട്, ദീനിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് അതിനെ മുഖം തിരിഞ്ഞ് പിന്തിരിഞ്ഞ് അവഗണിച്ചു കൊണ്ടിട്ട് പോകുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ കുറ്റവാളികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്ന് അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടാൻ, അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്ന് ആളുകളെ തടയുക, അതുപോലെ മസ്ജിദുകളെ തകർക്കുക, മസ്ജിദുകളെ ഇല്ലായ്മ ചെയ്യുക, മസ്ജിദുകളെ തകർക്കുക. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ ഏറ്റവും വലിയ അക്രമികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه
അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കുന്നതിന് അല്ലെങ്കിൽ അവന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക അവനേക്കാളും വലിയ അക്രമിയാനാണ്. അതൊരു ഭരണകർത്താക്കളാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജനവിഭാഗങ്ങളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരെക്കാൾ വലിയ അക്രമി വേറെ ഇല്ല. മാത്രമല്ല ആ പള്ളികളെ തന്നെ നാശത്തിന് വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവരും ഏറ്റവും കടുത്ത അക്രമികളാണ്, ഏറ്റവും വലിയ കടുത്ത അക്രമികളാണ്. പള്ളിയെ നശിപ്പിക്കപ്പെടുക, പള്ളിയിൽ നിന്ന് ഇബാദത്തിന് തടസ്സം ഉണ്ടാക്കുക, പള്ളി കയറലെന്ന് പറയുക. ഈ പള്ളിയിൽ കയറാൻ പാടില്ല, ഇവിടെ നിങ്ങൾക്ക് വിലക്കാണ്, ഇങ്ങോട്ട് കയറരുത്. പല പള്ളികളിലുണ്ട് മനോഹരമായ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല പള്ളികളിൽ മുസ്ലിമീങ്ങൾക്ക് കയറാൻ അനുവാദമില്ല, പള്ളി കയറിപ്പോരുന്നവർ. നഅൂദുബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ അക്രമികളാണ്. ഈ ആയത്ത് അവതരിച്ചത് രണ്ട് വിഷയത്തിലാണ്. അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യത്തിലാണ്. മുഫസ്സിരീങ്ങളുടെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം. ഒന്നാമത്തെ കാരണം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മസ്ജിദുൽ അഖ്സായിൽ അഥവാ ബൈത്തുൽ മുഖദ്ദസിൽ മുസ്ലിമീങ്ങൾ പ്രവേശിക്കുന്നതിനെ തടയപ്പെട്ടിരുന്നു. നസാറാക്കൾ തടഞ്ഞിരുന്നു. പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് അവരെ തടഞ്ഞിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയുന്നത്. രണ്ടാമത് മറ്റു മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹുദൈബിയ സന്ധി നടന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും മുശ്രിക്കീങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നതിനെ തടഞ്ഞിരുന്നു. ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച്, അതായത് ഏകദേശം പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത പ്രദേശമായ ഹുദൈബിയ എന്ന സ്ഥലത്ത്, അവിടം വരെ മദീനയിൽ നിന്ന് വന്നവരാണ്, അവിടെ വെച്ചിട്ട് തടഞ്ഞു. മുശ്രിക്കീങ്ങളെ തടഞ്ഞു, മക്കയിലെ മുശ്രിക്കീങ്ങളെ തടഞ്ഞു. പരിശുദ്ധമായ മക്കയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റൂല, കഅബയുടെ അടുക്കൽ പോകാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടഞ്ഞു. തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകിൽ ഏതെങ്കിലും ഈ പറയപ്പെട്ട രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അന്ന് അവരപ്രകാരം ചെയ്തുവെങ്കിൽ ഇന്ന് പലരും മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും മസ്ജിദുകളിൽ നിന്ന് മുഅ്മിനീങ്ങളെ തടയുകയും വിലക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നഅൂദുബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഭാഗത്ത് തടച്ചിൽ നടക്കുമ്പോൾ മറുഭാഗത്ത് പൊളിക്കൽ നടക്കും. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുമ്പോൾ മറുഭാഗത്ത് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. JCB കൊണ്ടുവന്ന് നിഷ്ഠൂര ആളുകൾ കാണാൻ, അവരുടെ മുസ്ലിമീങ്ങൾ അവരുടെ നെറ്റിത്തടം സമർപ്പിച്ച ഇടം അവർ കാണാൻ പൊളിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അല്ലാഹു തആല മനസ്സിലാക്കാൻ വേണ്ടി തന്ന ഒരു അദാബാണ്, ഒരു പരീക്ഷണമാണ്. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ പള്ളിയിൽ നിന്ന് തടയുമ്പോൾ മറുഭാഗത്ത് പള്ളികൾ പൊളിക്കപ്പെടുന്നു. മുസ്ലിമേ, നീ നോക്ക്, നീ കാണ്, കൺകുളിർക്ക കാണ് എന്ന് അല്ലാഹു തആല കാണിച്ചിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. എങ്ങാനും പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലോ പേടിച്ചുകൊണ്ടിട്ടല്ലാതെ അവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആരെങ്കിലും വന്ന് പൊക്കിയെടുത്ത് ദൂരേക്ക് എറിയുമോ, അല്ലെങ്കിൽ കയറി കഴിഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് കൈകെട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ വെടിവെക്കുമോ, എന്തായിരിക്കും അവസ്ഥ എന്ന് പേടിച്ചുകൊണ്ടിട്ടല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമല്ല. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ആളുകളെക്കാൾ ലോകത്ത് അക്രമം ചെയ്യുന്നവർ ആരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ സന്ദർഭം ഞങ്ങൾ അനുഭവിച്ചതാണ്. ഒരു സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു സംഘവുമായി സിയാറത്തിനായി ചെന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്ത് നിസ്കരിച്ച് രണ്ടാമത്തെ റക്അത്ത് സലാം വീട്ടാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ്
ഇസ്രായേലിന്റെ പട്ടാളം തോക്കും പിടിച്ച് എരച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുക, സംസാരിക്കത്തൊന്നുമില്ല, തോക്കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, വെളിയിലേക്ക് ഇറങ്ങി, എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. അപ്പോ അത് പുറത്തെന്തോ ചെറിയ വിഷയങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് മുഴുവൻ എണ്ണത്തിനെയും പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ്, തോക്ക് കാണിച്ച് പുറത്താക്കുക. അങ്ങനെ എത്രയോ നമസ്കാരങ്ങൾ, എത്രയോ ജുമാകൾ ബൈത്തുൽ മുഖദ്ദസ് നടക്കപ്പെടുന്നു. പേടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. നോക്കിക്കോ, അത്തരക്കാരായ ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ശിക്ഷ ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. അവർക്ക് അപമാനമുണ്ട്, നിന്ദതയുണ്ട്, അപമാനിച്ചിരിക്കും അല്ലാഹു. വലിയ കൊട്ടാരം കെട്ടി വീടിന്റെ ഉള്ളിൽ ഇറങ്ങാതെ വീടിന്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും അവിടെ ഇരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കും, നിന്ദത കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. നോക്കണേ, ആഖിറത്തിൽ എത്തിപ്പെട്ടാലോ അവിടെ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ, സഹിക്കാൻ കഴിയാത്ത ശിക്ഷ. അപ്പൊ ദുനിയാവിൽ അപമാനം, ദുനിയാവിൽ നിന്ദത, അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്ന് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെയുള്ള പ്രഖ്യാപനമാണ്. പള്ളിയിലേക്ക് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് കൈപിടിച്ച് വിളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ടുവരേണ്ടതാണ്. മുഅ്മിനീങ്ങളെ തടയപ്പെടേണ്ടതല്ല പരിശുദ്ധമായ പള്ളി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ കിഴക്കും ഈ പ്രപഞ്ചത്തിന്റെ പടിഞ്ഞാറും അല്ലാഹുവിന്റെ അധീനതയിലാണ്, പടച്ചവന്റെ അധീനതയിലാണ്, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ അല്ലാഹുവിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അല്ലാഹുവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്, പടച്ചവന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നല്ലാഹ വാസിഉൻ അലീം. അല്ലാഹു അതിരുകൾക്ക് അതീതനാണ്. അല്ലാഹുവിന് അതിരില്ല, ഇവിടം വരെ അല്ലാഹു ഉള്ളൂ, ഇപ്പുറത്തോട്ടില്ല എന്നില്ല. അതിരുകൾക്കെല്ലാം അതീതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല സർവ്വ കാര്യങ്ങളും അറിയുന്നവനാണ്, അലീമാണ് അല്ലാഹു, സകലതും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ പേടിച്ചു വിറയ്ക്കുമ്പോ പരിശുദ്ധമായ ഖിബലയിലേക്ക് തിരിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ആ സമയത്ത് നിങ്ങളുടെ മുഖം എങ്ങോട്ടാണോ തിരിച്ചു വെക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് അവിടേക്ക് നിങ്ങൾ തിരിച്ചു വെച്ചുകൊള്ളുക. ഇത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ഒരാള് പേടിക്കുന്ന സന്ദർഭത്തിലാണ് നിസ്കാരത്തിന്റെ ടൈം വരിക. പേടി ഒന്നുകിൽ വലിയ മൃഗങ്ങളെങ്ങാനും ആക്രമിക്കാൻ വേണ്ടി വരുമെന്നുള്ള വലിയ പേടി, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകളോ ഉണ്ടാകുമെന്നുള്ള പേടി. ആ സമയത്ത് പോലും നിസ്കരിക്കണമെന്നാണ് കേട്ടോ, ആ സമയത്ത് പോലും നിസ്കാരം മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കുന്ന എങ്ങനെയാണ്? ഖിബലയിലേക്കാണ് തിരിഞ്ഞു നിൽക്കാൻ പേടിപ്പെടുത്തുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ നിനക്ക് നിർഭയത്വമുള്ള ഏത് ഭാഗത്താണോ അപ്പൊ പിന്നെ ഖിബലയൊന്നും നോക്കണ്ട. നോക്കണേ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു വിഷയം നോക്കണേ. അപ്പൊ പിന്നെ ഖിബലയൊന്നും നോക്കണ്ട. എവിടേക്കാണോ നിനക്ക് നിർഭയത്വമുള്ളത് അവിടേക്ക് നീ തിരിഞ്ഞു നിസ്കരിച്ചോ. ഒന്ന്. രണ്ടാമത്തത്, ട്രെയിനിലോ ബസ്സിലോ നമ്മൾ യാത്ര ചെയ്യുക, നിസ്കാരത്തിന്റെ ടൈം എത്തി, നോൺ സ്റ്റോപ്പാണ്, നിർത്തൂല, എന്നും നിർത്തത്തില്ല. ഇതിനകത്ത് പൊക്കെഴുന്ന നിസ്കാരത്തിന്റെ സമയം തീരും. ഇത് നിർത്തുന്നത് എവിടെയാണ്, സ്റ്റോപ്പ് എവിടെയാണോ അവിടെ എത്തുമ്പോ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോകും, ഖളായി പോകും, നിസ്കാരം വിട്ടുപോകും. എന്ത് ചെയ്യണം? പറയപ്പെടുന്നു, ആ സമയത്ത് ഖിബലയെ നിങ്ങൾ നോക്കണ്ട. വാഹനം എവിടേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക, നിസ്കരിച്ചു കൊള്ളുക. അപ്പോഴും നിസ്കാരം ഉപേക്ഷിക്കാൻ അനുവാദമില്ല.
അത് ഫ്ലൈറ്റിലാണെങ്കിൽ പോലും. അവിടെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ കയറിയതുകൊണ്ട് എങ്ങനെ കിബില നോക്കാനാണ്? എങ്ങനെ കിബില നോക്കാനാണ്? സെക്കൻഡിൽ, മൈക്രോ സെക്കൻഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ്. അപ്പോ ആ സമയങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ നഫിൽ നിസ്കാരങ്ങൾ, ഫർളായ നിസ്കാരമല്ല, നഫിൽ നിസ്കാരങ്ങൾ. അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ റബ്ബുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് കുളിർമ നൽകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ ആയത്ത് ഇറക്കിയത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഫീഹി തസ്ലിയത്തുൽ റസൂലി വ അസ്ഹാബിഹി അല്ലദീ ഉഖ്രിജു മിൻ മക്ക വഫാറഖു മസ്ജിദുഹും വ മുസല്ലാഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ നിസ്കരിച്ചു കൊണ്ടിരുന്ന മുസല്ല അഥവാ നിസ്കരിച്ച ഇടം, അവിടെ നിന്ന് അവര് അകറ്റപ്പെട്ടു. അവര് ഹിജ്റ ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. 16 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചിരുന്നത്. നിസ്കാരം ഫർളാക്കപ്പെട്ടത് മുതൽ എപ്പോഴാണോ നിസ്കാരം ഫർളാക്കപ്പെട്ടത്, ആ ഫർളാക്കപ്പെട്ട സമയം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എവിടേക്ക് തിരിഞ്ഞായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു ഖിബില. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ കൊതിച്ചു, ആഗ്രഹിച്ചു. എനിക്ക് അത്ര ആത്മബന്ധം കഅബയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കഅബയോട് അത്ര വലിയ ഹൃദയംഗമായ ബന്ധം. അതിന്റെ പേരിൽ ഖദ് നറാ തകല്ലുബ വജ്ഹക എന്ന് പറയുന്ന ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇരക്കുമായിരുന്നു, ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് അഥവാ കഅബാലയത്തിലേക്ക് പിന്നീട് തിരിക്കപ്പെടുകയും അവിടേക്ക് കിബിലയാക്കപ്പെടുകയും ചെയ്തു. മുഅ്മിനീങ്ങളുടെ കിബില അവസാനം വരെ കിബിലയാക്കപ്പെടുകയും ചെയ്തു. അപ്പം അവസാനം വരെ കിബിലയാക്കപ്പെട്ടു. ഇനി ഒരാള് നേരത്തെ കിബിലയായിരുന്നല്ലോ, അത് നമ്മളെ നിബിധങ്ങൾ നിസ്കരിച്ച കിബിലയായിരുന്നല്ലോ. 16 മാസക്കാലത്തോളം നിബിധങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാണല്ലോ നിസ്കരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് നബിയും സഹാബത്തും അങ്ങനെയാണല്ലോ നിസ്കരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇക്കാലത്ത് നമുക്ക് എന്ത് ചെയ്തേക്കാം, നമുക്ക് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചേക്കാം. അങ്ങനെ വിചാരിച്ചാൽ നിസ്കാരം ശരിയാവും? അങ്ങനെ നിസ്കരിച്ച നിസ്കാരം ശരിയാവും? അത് ശരിയാവില്ല. കാരണം ശർആക്കപ്പെട്ടു, തീരുമാനിക്കപ്പെട്ടു, പിന്നീട് അത് അസ്ഥിരപ്പെട്ടു. ആ നിയമം അസ്ഥിരപ്പെട്ടു പോയി. പിന്നീട് ഒരു നിയമം പരിശുദ്ധമായ കഅബയിലേക്ക് തിരിയലാണെന്നുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. بارك الله لنا ولكم في القرآن العظيم
ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا.